വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇംഗ്ലീഷ് ഗ്രാമർ ടീച്ചിങ് ആൻഡ് ലേണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓരോ നൗൺ ഫ്രേസിൻ്റെയും വെർബ് ഫ്രേസിൻ്റെയും പ്രിപ്പോസൽ ഫ്രേസിൻ്റെയും അഡ്ജക്റ്റീവ് ഫ്രേസിൻ്റെയും ആഡ്വർബൽ ഫ്രേസിൻ്റെയും ഫങ്ഷൻസ് പഠിച്ചു. അതിൽ സബ്ജക്റ്റ് ആണോ, വെർബാണോ, ഒബ്ജക്റ്റ് ആണോ, കോംപ്ലിമെൻ്റ് ആണോ, ആഡ്വർബലാണോ, ആഡ്വർബാണോ, ഇങ്ങനെ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഫങ്ഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. അപ്പം നമ്മൾ സബ്ജക്റ്റിൽ തുടങ്ങി സബ്ജക്റ്റ് വെർബ് ഓബ്ജക്റ്റ്, സബ്ജക്റ്റ് വെർബ് ഓബ്ജക്റ്റ്, സബ്ജക്റ്റ് വെർബ് കോംപ്ലിമെൻ്റ്, സബ്ജക്റ്റ് വെർബ് ആഡ്വർബ്, ഇങ്ങനെ അതിൻ്റെ ഓർഡർ അനുസരിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ആക്ടിവിറ്റി 5-ൽ ലുക്ക് അറ്റ് ദി ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രം ദി മെമ്മയർ. ഓർമ്മക്കുറിപ്പിൽ നിന്ന് നമുക്ക് ഇവിടെ 4 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. 4 സെൻറ്റൻസ് തന്നിട്ട് അത് നമ്മൾ ഡു ദി സെൻറ്റൻസസ് ഓഫ് ദി സിമിലർ പാറ്റേൺ ടു ദോസ് മെൻഷൻഡ് ഇൻ ആക്ടിവിറ്റി 4. വാട്ട് ഡിഫറൻസസ് ഡു യു നോട്ടീസ്? അപ്പം നമ്മൾ സബ്ജക്റ്റ് വെർബ് ഓബ്ജക്റ്റ് അല്ലെങ്കിൽ സബ്ജക്റ്റ് വെർബ് ഓബ്ജക്റ്റ് പാറ്റേണിൽ ഒക്കെ സെൻറ്റൻസുകൾ പഠിച്ചു. ഇവിടെ ഈ 4 സെൻറ്റൻസും യഥാർത്ഥത്തിൽ ദേ ആൾ ആർ ഗിവൺ ഇൻ പാസീവ് വോയിസ്. ഇത് തന്നിരിക്കുന്നത് പാസീവ് വോയിസിലാണ്. ഈ 4 സെൻറ്റൻസും തന്നിരിക്കുന്നത് പാസീവ് വോയിസിലാണ്. സാധാരണ നമ്മൾ ആക്റ്റീവിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാൻ പറയും. ചേഞ്ചിങ് ആക്റ്റീവ് ഗിവൺ ആക്റ്റീവ് സെൻറ്റൻസസ് ഇൻറ്റു പാസീവ്, ആക്റ്റീവ് ഇൻറ്റു പാസീവിലേക്ക് മാറ്റാൻ തരും. ഇവിടെ പാസീവിൽ തന്നിട്ട് ആക്റ്റീവിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അപ്പോഴേക്കും അതിൻ്റെ പാറ്റേൺ മാറും എന്നർത്ഥം. അപ്പോൾ ഒരു സാധാരണ ഒരു സെൻറ്റൻസിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് വെർബ് ഓബ്ജക്റ്റ് പാറ്റേൺ ആണ്. അതിന് നമ്മൾ 1 2 3 123 എന്ന് എഴുതിയിട്ട് 3 2 1 321 ആ ഒരു പാറ്റേണിലേക്ക്, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, അതേ രീതിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ അത് നമ്മൾ അറിയണമെങ്കിൽ, അല്ലെങ്കിൽ അതിനെ ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് മാറ്റാൻ പഠിച്ചാൽ നമുക്ക് പാസീവിൽ നിന്ന് ആക്റ്റീവിലേക്കും മാറ്റാൻ അറിയണം. അപ്പോൾ അങ്ങനെ അറിയണമെങ്കിൽ നമ്മൾ എന്താണ് പാസീവ് വോയിസ് ആക്റ്റീവ് വോയിസ് എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ കർത്തരി പ്രയോഗത്തെ കർമ്മണി പ്രയോഗത്തിലേക്ക് മാറ്റുക എന്നാണ് മലയാളത്തിൽ പറയുക. കർത്താവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തരുന്ന സെൻറ്റൻസുകളെ കർത്താവ്, കർമ്മം, ക്രിയ, അതിൽ കർമ്മത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ടെൻസ് എന്തൊക്കെയാണെന്ന്, ടെൻസിനെ കുറിച്ച് ഒരു ചെറിയ അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. ഹിയർ ഐ ഹാവ് റിട്ടൺ 12 സെൻറ്റൻസസ്. ഇവിടെ ഞാൻ 12 സെൻറ്റൻസുകൾ എഴുതിയിട്ടുണ്ട്. ഇത് പ്രസൻറ്റ് സിമ്പിൾ മുതൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരെയുള്ള ടെൻസുകളാണ് എഴുതിയിരിക്കുന്നത്. പ്രസൻറ്റ് സിമ്പിൾ, ഐ റൈറ്റ് എ ലെറ്റർ, ഞാനൊരു കത്ത് എഴുതുന്നു. ഐ റൈറ്റ് എ ലെറ്റർ, ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ, ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ, ഐ ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. ഇത് പ്രസൻറ്റ് സിമ്പിൾ, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഇങ്ങനെ 4 ടെൻസ് ആണ് ആദ്യത്തെ 4 എണ്ണം. രണ്ടാമത് പാസ്റ്റ് സിമ്പിൾ, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആൻഡ് ഫ്യൂച്ചർ സിമ്പിൾ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതേ രീതിയിൽ നമ്മൾ അതിൻ്റെ പാറ്റേൺ ഇതിൻ്റെ ടെൻസ് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് വോയിസ് ചേഞ്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി വോയിസ് ചേഞ്ച് ചെയ്യുന്ന അവസരത്തിൽ എല്ലായ്പ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് ടെൻസ്, വെർബിൻ്റെ എത്രാമത്തെ ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അല്ലെങ്കിൽ V3 ഫോം മാത്രമേ ഉപയോഗിക്കാവൂ. മെയിനായിട്ടുള്ള ഒരു റൂളാണ് എന്ത്, വി ഹാവ് ടു യൂസ് ഓൺലി PP ഫോം ഓർ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓർ V3 ഫോം ഓഫ് ദി വെർബ്. V3 ഫോം ഓഫ് ദി വെർബ് ആയിരിക്കണം ആക്റ്റീവിൽ നിന്ന് നമ്മൾ പാസീവിലേക്ക് മാറ്റുമ്പോൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ പ്രസൻറ്റ് സിമ്പിളിലെ 4 സെൻറ്റൻസ് നമ്മൾ കണ്ടു. ഐ റൈറ്റ് എ ലെറ്റർ, ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ, ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ, ഐ ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. അതുപോലെ ഐ റോട്ട് എ ലെറ്റർ, ഐ വാസ് റൈറ്റിംഗ് എ ലെറ്റർ, ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ, ഐ ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ, ഐ വിൽ റൈറ്റ് എ ലെറ്റർ, ഐ വിൽ ബി റൈറ്റിംഗ് എ ലെറ്റർ, ഐ വിൽ ഹാവ് റിട്ടൺ എ ലെറ്റർ, ഐ വിൽ ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. ഇതിനെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നോക്കാം. ആദ്യത്തേത് ഐ റൈറ്റ് എ ലെറ്റർ എന്ന സെൻറ്റൻസ് നോക്കുക. അവിടെ ഐ എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ്, ഇത് സബ്ജക്റ്റ്, റൈറ്റ് എന്ന് പറയുന്നത് വെർബ്. അപ്പോൾ സബ്ജക്റ്റ് വെർബ്, എ ലെറ്റർ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ്. SVO ഫോമിലാണ് ഈ തന്നിരിക്കുന്നത്, സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ
ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് ചേഞ്ച് ചെയ്യുന്ന അവസരത്തിൽ സബ്ജക്റ്റ് ഓഫ് ദി ആക്റ്റീവ് സെന്റൻസ് ഓർ സബ്ജക്റ്റ് ഇൻ ദി ആക്റ്റീവ് സെന്റൻസ് became object of the passive and object of the active became a subject of the passive. അപ്പോൾ ഇവിടെ ഐ ആണ് സബ്ജക്റ്റ്, റൈറ്റ് വെർബാണ്, എ ലെറ്റർ എന്ന് പറയുന്നത് ഓബ്ജക്റ്റ് ആണ്. അപ്പോൾ ഓബ്ജക്റ്റിനെ ആദ്യം എടുക്കുക, എ ലെറ്റർ. അപ്പോൾ ഇവിടെ എഴുതാൻ പോവാണ് എ ലെറ്റർ, എ ലെറ്റർ. ഇനി നമ്മൾ നോക്കേണ്ടത് അതിൽ ഓക്സിലറി വെർബ് ഏതെങ്കിലും ഉണ്ടോ എന്നാണ്. ഓക്സിലറി വെർബ് ടു ബി ഫോംസ് നമുക്കറിയാം, ഈസ്, ആം, ആർ, വാസ്, വെയർ. ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ അതിനോടുകൂടി സബ്ജക്റ്റിനനുസരിച്ച് അത് ഇവിടെ ചേർക്കുന്നു. ചേർത്തിട്ട് അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? BEING ചേർക്കണം, ബീയിങ് ചേർക്കണം, BEING. അപ്പോൾ അതെങ്ങനെ മാറും? ഈസ് ബീയിങ്, ആം ബീയിങ്, ആർ ബീയിങ്, വാസ് ബീയിങ്, വെയർ ബീയിങ് എന്നിട്ട് മാറും. എവിടെ? ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് വരുമ്പോൾ. കണ്ടീഷൻ എന്താണ്? ഇഫ് ദർ ഈസ് ഓക്സിലറി വെർബ് ടു ബി ഫോംസ്, ടു ബി ഫോംസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനോട് ബീയിങ് ചേർക്കണം. ഇനി ഹാസ്, ഹാവ്, ഹാഡ് ഇതിലേതെങ്കിലുമാണ് അതിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ ബീൻ ചേർക്കണം. ഹാസ് ബീൻ, ഹാവ് ബീൻ, ഹാഡ് ബീൻ. ഇനി ബാക്കി വരുന്ന മോഡൽ ആക്സിലറീസ് വിൽ, വുഡ്, ഷാൽ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ് ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ കൂടെ ബി ചേർക്കണം. ഷാൽ, ഷാൽ ബി. ഇതേ രീതിയിൽ നമ്മൾ ഓക്സിലറി വെർബ് ഉണ്ടെങ്കിലുള്ള കേസാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് എങ്ങനെയാണ് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ ആദ്യത്തെ സെൻസിൽ ഐ റൈറ്റ് എ ലെറ്റർ, ഇവിടെ ഓക്സിലറി വെർബ് ഇല്ല. ഓക്സിലറി വെർബ് ഇല്ല എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്താണ്? മെയിൻ വെർബ് ഏതാന്ന് നോക്കുക. റൈറ്റ് എന്ന് പറയുന്ന വെർബ്, അതിന്റെ ടെൻസ് നോക്കുക. പ്രസന്റ് സിമ്പിൾ ടെൻസ് ആണ് നമ്മൾ യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്, പ്രസന്റ് സിമ്പിൾ ടെൻസ്. ഐ റൈറ്റ് എ ലെറ്റർ, റൈറ്റ് എന്ന് പറയുന്നത് പ്രസന്റ് സിമ്പിൾ ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ്, അവിടെ ഡു ആണ്, പ്രസന്റ് സിമ്പിൾ ആണ്. എ ലെറ്റർ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് ഡു, ആ ഇത് ഡു കിട്ടുവാണെങ്കിൽ അവിടെ എ ലെറ്റർ സിംഗിൾ ആയതുകൊണ്ട് ലെറ്റർ ഈസ്, എ ലെറ്റർ ഈസ് എന്ന് എഴുതണം. എ ലെറ്റർ ഈസ്. ഇനി റൈറ്റ്, റോട്ട്, റിട്ടൺ, റിട്ടൺ എഴുതണം. റൈറ്റിന്റെ മൂന്നാമത്തെ രൂപം എ റിട്ടൺ, റൈറ്റ്, റോട്ട്, റിട്ടൺ, റൈറ്റിംഗ്. ഇതാണല്ലോ 4 ഫോംസ്. എ ലെറ്റർ ഈസ് റിട്ടൺ. ഇനി ഐ എന്നുള്ളത് ബൈ മീ എന്ന ഏജന്റ് ചേർക്കുന്നു, ചേർക്കാതെയും എഴുതാം ബൈ മീ. അപ്പൊ എന്തായി? എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ മീ എന്നായി. ഈസ് എവിടെ നിന്ന് കിട്ടി? പ്രസന്റ് സിമ്പിൾ ടെൻസ് ഡൂയിൽ നിന്ന്. ഇവിടെ സബ്ജക്റ്റ് സിംഗിൾ ആയിരുന്നു. ഇവിടെ ലെറ്റേഴ്സ് ആയിരുന്നുവെങ്കിൽ ലെറ്റേഴ്സ് ഈസിന് പകരം ആർ ഉപയോഗിക്കണം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ആദ്യത്തെ സെൻസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പ്രസന്റ് സിമ്പിൾ ടെൻസിൽ തന്നാൽ സബ്ജക്റ്റ് സിംഗിൾ ആണെങ്കിൽ ഈസ് ഉപയോഗിക്കുക, പ്ലൂറൽ ആണെങ്കിൽ ആർ ഉപയോഗിക്കുക, ഐ ആണെങ്കിൽ ആം ഉപയോഗിക്കുക. അതേ രീതിയിൽ ഇതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? വി ഹാവ് ടു യൂസ് ഒൺലി പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വെർബ്. റൈറ്റ്, റോട്ട്, റിട്ടൺ, റിട്ടൺ എഴുതുക. ഇനി രണ്ടാമത്തെ സെൻസിലേക്ക് വന്നാലോ? ഇവിടെയും എ ലെറ്റർ ആണ് സബ്ജക്റ്റ്. എ ലെറ്റർ, എ ലെറ്റർ. അവിടെ നോക്കിയേ, ഐ ആം റൈറ്റിംഗ്, ആം ഉണ്ട്, ഓക്സിലറി വെർബ് ഉണ്ട്. ആക്സിലറി വെർബ് ഉണ്ടെങ്കിൽ എന്ത് ചേർക്കണം? ബീയിങ് ചേർക്കണം എന്ന് പറഞ്ഞു ഇല്ലേ? അതിനോടൊപ്പം ഇവിടെ എ ലെറ്റർ ആം എന്ന് പറയത്തില്ല, അതിന് പകരം ആമിന് പകരം നമ്മൾ ഈസ് ഉപയോഗിക്കും. എ ലെറ്റർ ഈസ്. ഇവിടെ ഓക്സിലറി വെർബ് ഉള്ളത് കൊണ്ട് അതിൻ്റെ കൂടെ ബീയിങ് ഉപയോഗിക്കണം. എ ലെറ്റർ ഈസ് ബീയിങ്. ബാക്കി അതുപോലെ റിട്ടൺ ബൈ മീ. രണ്ടാമത്തെ സെന്റൻസ് ഓക്കെ. ഇനി എ ലെറ്റേഴ്സ് ആണെങ്കിൽ ആർ ബീയിങ് എന്ന് വരും. ഓക്സിലറി വെർബ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതിയത്. ഇനി അടുത്ത ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ, അവിടെ എ ലെറ്റർ. ഐ ഹാവ് ആണ്. എ ലെറ്ററിനോടൊപ്പം ഹാവ് ചേരത്തില്ല, അതിന്റെ സിംഗുലർ ഫോം എടുക്കുക, ഹാസ്. എ ലെറ്റർ ഹാസ്. ഹാസ് ഹാവ് വന്നാൽ എന്ത് ചേർക്കണം എന്ന് പറഞ്ഞു? ബീൻ ചേർക്കണം. ഹാസ്, എ ലെറ്റർ ഹാസ് ബീൻ. ബാക്കി അതുപോലെ റിട്ടൺ ബൈ മീ. ഓക്കെ. ഐ ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന് പാസീവ് ഫോം ഇല്ല. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനും പാസീവ് ഫോം ഇല്ല. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിനും പാസീവ് ഫോം ഇല്ല. അപ്പോൾ ബാക്കി വരുന്ന നമ്മൾ 9 ടെൻസിന് മാത്രമേ പാസീവ് ഫോം ഉള്ളൂ. അത് നമ്മുടെ ഭാഗ്യം. 3 കുറച്ച് പിടിച്ചാൽ മതി. അപ്പോൾ അതാണ്. അപ്പോൾ ആദ്യത്തെ സെൻസ് ആക്സിലറി വെർബ് ഇല്ല, ഡു ആണ്. എ ലെറ്റർ സിംഗിൾ ആയതുകൊണ്ട് ഈസ് ഉപയോഗിച്ചു.
വെർബിന്റെ മൂന്നാമത്തെ രൂപം ഉപയോഗിച്ചു. രണ്ടാമത് ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. എ ലെറ്റർ എഴുതി, പിന്നെ ആം അവിടെ ഉണ്ട്, പക്ഷേ എ ലെറ്ററിന്റെ കൂടെ ആം ഉപയോഗിക്കില്ല, സിംഗിൾ ആയതുകൊണ്ട് ഈസിന്റെ കൂടെ ബീങ് ചേർത്തു. കാരണം ടു ബി ഫോംസ് ആണെങ്കിൽ ബീങ് ചേർത്ത് ഉപയോഗിക്കണം. ഹാസ് ഹാവ് ഹാഡ്, മൂന്നാമത്തെ സെൻസിൽ ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ, എ ലെറ്റർ ഹാസ് ബീൻ റിട്ടൺ ബൈ മീ. ഓക്കെ, ഇനി നാലാമത്തെ ഫോമിന് പാസീവ് ഫോം ഇല്ല, അപ്പോൾ അത് 4 കഴിഞ്ഞു. ഇനി നമ്മൾ പാസ്റ്റിലേക്ക് വന്നാൽ ഐ റോട്ട് എ ലെറ്റർ, അവിടെയും എ ലെറ്റർ എന്ന് എടുത്തു. എ ലെറ്റർ ഇവിടെ പ്രത്യേകത എന്താണ്? റോട്ടാണ് വന്നിരിക്കുന്നത്. റോട്ട് എന്ന് പറഞ്ഞാൽ ഡിഡ് ആയിരിക്കും. ഡിഡ് ആകുമ്പോൾ എന്തായിരിക്കും? വാസോ വേറോ ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ എ ലെറ്റർ സിംഗിൾ ആയതുകൊണ്ട് വാസ്, എ ലെറ്റർ വാസ്, ബാക്കി റിട്ടൺ ബൈ മീ. ഓക്കെ, അടുത്ത ഐ വാസ് റൈറ്റിംഗ് എ ലെറ്റർ, ഇവിടെ ഓക്സിലറി വെർബ് വാസ് ഉണ്ട്, അതുകൊണ്ട് എ ലെറ്റർ വാസ് ബീങ് റിട്ടൺ ബൈ മീ. ഐ ഹാഡ് റിട്ടൺ എ ലെറ്റർ, എ ലെറ്റർ ഹാഡ് തന്നെ ഉപയോഗിക്കാം. കാരണം ഹാഡിന് സിംഗുലർ പ്ലൂറൽ ഫോം ഇല്ല. വി ക്യാൻ അപ്ലൈ ബോത്ത് സിംഗുലർ ആൻഡ് പ്ലൂറൽ. സിംഗിളിൻ്റെയും പ്ലൂറലിൻ്റെയും കൂടെ ഹാഡ് ഉപയോഗിക്കാം. എ ലെറ്റർ ഹാഡ് വന്നുകൊണ്ട് ബീൻ, എ ലെറ്റർ ഹാഡ് ബീൻ റിട്ടൺ ബൈ മീ. ഇനി ഐ ഹാഡ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ, നോ പാസീവ് ഫോം ഇല്ല. ഇനി ഐ വിൽ റൈറ്റ് എ ലെറ്റർ, എ ലെറ്റർ വിൽ അവിടെ വന്നിട്ടുണ്ട്. വിൽ വന്നാൽ ബി ചേർക്കണമെന്നാ, വിൽ ബി, എ ലെറ്റർ വിൽ ബി റിട്ടൺ ബൈ മീ. ഇനി ഐ വിൽ ബി റൈറ്റിംഗ് എ ലെറ്റർ, വില്ല് വന്നപ്പോൾ വിൽ ബി ചേർത്തു. ഇനി വിൽ ബി വന്നാലോ വിൽ ബി ബീങ് ചേർക്കണം. എ ലെറ്റർ വിൽ ബി ബീങ് റിട്ടൺ ബൈ മീ. ഇനി ഐ വിൽ ഹാവ് റിട്ടൺ എ ലെറ്റർ, എ ലെറ്റർ വിൽ ഹാവ് ബീൻ റിട്ടൺ ബൈ മീ. അപ്പോൾ ഇതാണ് ഈ 12 ടെൻസിൽ 9 എണ്ണം നമ്മൾ അപ്ലൈ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. തന്നിരിക്കുന്ന സെന്റൻസിൽ ടു ബി ഫോംസ് ആയ ഈസ്, ആം, ആർ, വാസ്, വെയർ ഉണ്ടെങ്കിൽ സബ്ജക്റ്റിനനുസരിച്ച് ഇത് ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ കൂടെ ബീയിങ് ചേർക്കണം. അപ്പോൾ അത് പറഞ്ഞു പഠിക്കണം. ഈസ് ബീയിങ്, ആം ബീയിങ്, ആർ ബീയിങ്, വാസ് ബീയിങ്, വെയർ ബീയിങ്. ഇതെവിടെ മാത്രമേ എടുക്കാവൂ? ചേഞ്ചിങ് ആക്റ്റീവ് ഇൻറ്റു പാസീവ്. ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് ചേഞ്ച് ചെയ്യുന്ന അവസരത്തിൽ മാത്രം ഇങ്ങനെ ചേർത്ത് ഉപയോഗിക്കുക. രണ്ടാമത്തത് ഹാസ്, ഹാവ്, ഹാഡ്, അതിൻ്റെ കൂടെ എന്ത് ഉപയോഗിക്കണം? ബീൻ ഉപയോഗിക്കണം. പറഞ്ഞു പഠിക്കുമ്പോൾ ഹാസ് ബീൻ, ഹാവ് ബീൻ, ഹാഡ് ബീൻ, അതും ഇവിടെ മാത്രം ഉപയോഗിക്കുക. ഇനി മോഡൽ ആക്സിലറീസ് 10 ഷാൽ വന്നാൽ ഷാൽ ബി, വിൽ വന്നാൽ വിൽ ബി, വുഡ് വന്നാൽ വുഡ് ബി, ക്യാൻ വന്നാൽ ക്യാൻ ബി, കുഡ് വന്നാൽ കുഡ് ബി. ഇനി വിൽ ബി വന്നാലോ വിൽ ബി ബീങ് എന്ന് ഉപയോഗിക്കുക. വിൽ ബി വന്നാൽ വിൽ ബി ബീങ് എന്ന് ഉപയോഗിക്കുക. ഷാൽ ബി ബീങ് എന്ന് ഉപയോഗിക്കുക. വിൽ ഹാവ് വന്നാൽ വിൽ ഹാവ് ബീൻ, ഹാസ് ബീൻ പോലെ തന്നെ അങ്ങനെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ദീസ് ആർ ദി 12 ടെൻസസ്. ഇതിൻ്റെ കൂടെ നമ്മൾ യഥാർത്ഥത്തിൽ ടെൻസും പഠിച്ചു പോയി. അപ്പം ഐ റൈറ്റ് എ ലെറ്റർ പ്രസന്റ് സിമ്പിൾ ടെൻസ് ആണ്. ഇനി സബ്ജക്റ്റ് ഒന്ന് മാറിയാൽ ചെറിയൊരു വ്യത്യാസം വരും. ഐ റൈറ്റ് എ ലെറ്റർ എന്നുള്ളത് ഹി റൈറ്റ് എന്ന് പറയത്തില്ല, ഹി റൈറ്റ്സ് എ ലെറ്റർ എന്ന് പറയും. അപ്പോഴും ഇവിടെ റിട്ടൺ ബൈ മീ എന്ന് പകരം ബൈ ഹിം എന്നായി മാറും. അപ്പോൾ എന്തായി മാറും? ബൈ ഹിം എന്നായി മാറും. അപ്പോൾ ഇതാണ് ടെൻസ്. അതിൻ്റെ ഇക്വേഷൻ നമ്മൾ ടെൻസിൽ പഠിക്കും, പ്രത്യേകമായിട്ട് ടെൻസിൽ പഠിക്കും. ഇപ്പോൾ ഇത് ചേഞ്ച് ചെയ്യാൻ ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. വെൻ വി ചേഞ്ച് ആക്റ്റീവ് ടു പാസീവ്. എന്നാൽ ടെസ്റ്റിലാണെങ്കിൽ പാസീവിൽ നിന്ന് ആക്റ്റീവിലേക്ക് മാറ്റാനാണ്. ആദ്യം ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് നന്നായി ചെയ്യാൻ പറ്റൂ എന്നറിഞ്ഞെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? പാസീവിൽ നിന്ന് ആക്റ്റീവിലേക്ക് മാറ്റാൻ പറ്റൂ. നിങ്ങളുടെ ടെസ്റ്റിൽ ഒരു 4 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. I will read for you. This job is done by their stand-ins. അവിടെ this job is done by their stand-ins. ഈ ജോലി ചെയ്യപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ സ്റ്റാൻഡിൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡ് ബൈ. നിങ്ങൾക്ക് പകരക്കാരായിട്ടുള്ള ആളുകളാണ് ഈ ജോലി ചെയ്ത് തീർത്തിരിക്കുന്നത്. അപ്പോൾ ദിസ് ജോബ് ഈസ് ഡൺ ബൈ their stand-ins. their stand-ins സബ്ജക്റ്റ് ആയിട്ട് എടുക്കുക. ഇവിടെ ഓബ്ജക്റ്റ് ആണ് their stand, അത് സബ്ജക്റ്റ് ആയിട്ട് എടുക്കുക. അപ്പോൾ എങ്ങനെ പറയും? their stand-ins ഡൺ ആണ് തന്നിരിക്കുന്നത്, ഈസ് ഡൺ ആണ് തന്നിരിക്കുന്നത്. ഈസ് ഡൺ വരണമെന്നുണ്ടെങ്കിൽ ഡു വരണം. അപ്പോൾ ഡു
അപ്പോൾ there stands in do this job. അതാണ് അതിൻ്റെ ആൻസർ. രണ്ടാമത്തെ സെൻറ്റൻസ് നോട്ടീസസ് വെയർ പ്ലേസ്ഡ് ഇൻ ദി പ്രസ് ആൾ ഓവർ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അവിടെയാണെങ്കിൽ ഒരു ഓബ്ജക്റ്റ് ഇല്ല, അപ്പം നമ്മളൊരു ഓബ്ജക്റ്റ് എടുക്കുക, ദേ എടുക്കാം ഓബ്ജക്റ്റ് ആയിട്ട്. അപ്പോൾ എങ്ങനെ പറയും? ദേ പ്ലേസ്ഡ് നോട്ടീസസ് ഇൻ ദി പ്രസ് ആൾ ഓവർ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇങ്ങനെയല്ല ബോർഡിൽ തന്നെ എഴുതി യഥാർത്ഥത്തിൽ പഠിപ്പിക്കേണ്ടതാണ്. ടെക്സ്റ്റിലുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. സം ഫിലിംസ് ഹാവ് ബീൻ മെയ്ഡ് ഇൻ ബോംബെ ആൻഡ് മദ്രാസ്. അപ്പോൾ അവിടെയും ഓബ്ജക്റ്റ് പറയുന്നില്ല, ബൈ ഹൂം എന്നുള്ളത് ഇല്ല. അപ്പോൾ നമുക്ക് ദേ എടുക്കാം. ദേ ഹാവ് ബീൻ മെയ്ഡ് എന്നുള്ളത് ദേ ഹാവ് മെയ്ഡ് സം ഫിലിംസ് ഇൻ ബോംബെ ആൻഡ് മദ്രാസ്. അടുത്ത ഗൂപ്പി ആൻഡ് ബഗ കുഡ് ബി പെട്രിഫൈഡ് ബൈ ദി ടൈഗർ. ബൈ ദി ടൈഗർ അവിടെ ഉണ്ട്, സബ്ജക്റ്റ് എടുക്കാം. അപ്പം ദി ടൈഗർ. കുഡ് ഉണ്ട്, കുഡ് ബി വന്ന് എൽ ബി ഒഴിവാക്കി കുഡ്. പിന്നെ പെട്രിഫൈഡ് എന്നുള്ളത് പെട്രിഫൈഡ് കുഡ് ബി ആയതുകൊണ്ട് പെട്രിഫൈഡ് ഉപയോഗിച്ചു, ഇവിടെ കുഡ് ആയതുകൊണ്ട് പെട്രിഫൈ. അപ്പോൾ ദി ടൈഗർ കുഡ് പെട്രിഫൈ ഗൂപ്പി ആൻഡ് ഭഗ. അതാണ് അതിൻ്റെ പാറ്റേൺ. ഇനി നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നെങ്കിൽ ബോക്സിൽ കമൻറ്റ് ചെയ്യുക, അതനുസരിച്ച് നമ്മൾ ക്ലാസ് കൊണ്ടുപോകും. ഇതിനെക്കുറിച്ച് ആക്റ്റീവ് വോയിസിനെ പാസീവിലേക്ക് ആക്റ്റീവ് ടു പാസീവ് ആൻഡ് പാസീവ് ടു ആക്റ്റീവ് കൂടുതൽ എക്സാമ്പിൾസ് ചെയ്യണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. ഇഫ് യു ആർ വില്ലിങ്, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ചെയ്യാവുന്നതാണ്. So I hope that you understood today's class. Please subscribe, share and support me.